മക്കളെ സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാം ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 16-ാം തീയതിയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. അതിനു മുമ്പ് നമുക്ക് എല്ലാം പഠിച്ചു തീർക്കാനുള്ളതാണ് അല്ലേ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് പട്കഥ. ഇതുവരെ ഹിന്ദിയിൽ 5ാം ക്ലാസ് തൊട്ടിട്ട് മക്കൾ ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ട് പലരും. അപ്പോൾ ആ ഒരു ഹിന്ദിയിൽ ഇതുവരെ കേൾക്കാത്ത ഒരു പേരാണ് പട്കഥ. ഡയറി പഠിച്ചിട്ടുണ്ട്, ലെറ്റർ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ കോൺവെർസേഷൻസ് അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ ഈ പട്കഥ, ആരാ ഈ പട്കഥ, ആരാ എന്താ എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ. 9ാം ക്ലാസ്സിലെ ഈ ക്രിസ്മസ് എക്സാം മുതൽ അങ്ങോട്ട് 10ാം ക്ലാസ് വരെ ഉള്ള ഒരു സാധനമാണ് ഈ പട്കഥ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളാണ്. എന്താണ് സംഭവം? തിരക്കഥ എഴുതുക. ഇനി ചെറിയ കളികളില്ല, വലിയ വലിയ കളികൾ മാത്രമേ ഉള്ളൂ. എന്താണ് പട്കഥ? തിരക്കഥ അല്ലേ. നിങ്ങളോട് തിരക്കഥ എഴുതാൻ വേണ്ടി ചോദിക്കും. അതായത് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്താണ് നമുക്ക് ചോദിക്കാൻ പോവാണ് ഹിന്ദിയിൽ. എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഒന്നുമില്ല, നമുക്ക് മിക്കവാറും നമ്മുടെ ഗർ പേട് താരക്ക് യാദ് എന്ന് പറയുന്ന പാടമില്ലേ, ആ കിളിപോയ പാടമില്ലേ, ആ പാഠത്തിൽ നിന്ന് തന്നെയായിരിക്കും എന്ത് ചോദിക്കുക, ഈ പട്കഥ ചോദിക്കാൻ ചാൻസ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഒരു ഭാഗം ഒരു പാഠഭാഗത്തിൽ ഒരു ഭാഗം തരും. എന്നിട്ട് പ്രസ്തുത എന്താണ് ഈ തന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് അടിസ്ഥാനമാക്കിയിട്ട് എന്ത് എഴുതാൻ വേണ്ടി പറയും, നിങ്ങളോട് പട്കഥ തയ്യാർ കീജിയെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. സംഭവം ഈസിയാണ്, വളരെ ഈസിയാണ്. ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ള ഒരാളാണിത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ മക്കൾക്ക് എന്താണ് ഒരു ഫോർമാറ്റ് പോലെയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇതേ മിസ് പറഞ്ഞു തരാം. ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് വെറുതെ അല്ല, ഈ ഒരു ക്ലാസ് വെറുതെ അല്ല. കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾക്ക് സൂപ്പറായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. 4 മാർക്കിനാണ് സാധാരണ നമുക്ക് പട്കഥ ചോദിക്കാറ്. ഇതിലെന്താണ് വെറുതെ എങ്കിലും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടാനുള്ള ഒരു വഴി എന്തിലുണ്ട്, നമ്മുടെ ഫോർമാറ്റിലുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എന്താണ് സിനിമ ഇഷ്ടമാണ്. വെറുതെ ഒന്നും സിനിമ ഉണ്ടാവില്ലല്ലോ. സിനിമയുടെ ഓരോ സീനുകളും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങ് എഴുതുകയാണ്. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, എങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ടത് എന്താണ്, സീൻ 1. ഏതാണ് സീൻ? 1 ആണോ 2 ആണോ 3 ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, സീൻ എന്ന് എഴുതേണ്ടവർക്ക് സീൻ എന്ന് എഴുതാം, ദൃശ്യേക്ക് എന്നുള്ള അങ്ങനെ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതാം മതി, 2 എഴുതിയാലും ശരിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സീൻ 1 എഴുതി കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം, നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം നമ്മൾ എഴുതുകയാണ്. നോക്കിക്കേ, പക്കാ സിനിമ എടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പൊ നോക്കിക്കേ, സ്ഥാൻ. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, സ്ഥാൻ എഴുതുന്നു. സ്ഥാൻ മീൻസ് എന്താണ്, പ്ലേസിന്റെ പേര് എഴുതുന്നു. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഗർ എന്ന് എഴുതുന്നു. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ചിട്ടാണെങ്കിൽ രാസ്ത എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്താണ്, വേറെ എന്തെങ്കിലും സ്ഥലത്താണ്, ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ഥലത്തിന്റെ പേര് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്തിന്റെ പേര് എഴുതുന്നു. ഓക്കെ, അങ്ങനെ പേര് കറക്റ്റ് ആയിട്ട് സ്ഥലത്തിന്റെ എഴുതി വെക്കുക. ഗർ പേട് താരക്ക് യാദ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും വരാൻ പോകുന്നത് വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഗർ ആയിരിക്കും മിക്കവാറും വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രാസ്തയുടെ ഒരു ഭാഗം, വഴിയുടെ ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവാ. ഓക്കെ, ഇനി നോക്കുക, ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് നമ്മൾ സമയം എത്ര മണിക്കാണ്, രാവിലെയാണോ രാത്രിയാണോ വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ കാര്യം നടക്കുന്നത്, ഷൂട്ട് ചെയ്യുന്ന ടൈം നിർബന്ധമാണ്. ഓക്കെ, സമയം മീൻസ് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ടൈം എഴുതി കൊടുക്കുന്നു. ഓക്കെ, രാത് 9 ബജെ, അല്ലെങ്കിൽ എന്താണ് സുബ 10 ബജെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെക്കുന്നു. മിസ് എന്താണ്, ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. സമയം എന്താണ്, ടൈം അല്ലെ, ഏത് ടൈമിനാണ് നടക്കുന്നത്, രാത്രിയാണോ രാവിലെയാണോ കൃത്യ ടൈം നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ സ്ക്രിപ്റ്റിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണം അല്ലേ. ഇനി നോക്കാം, അടുത്ത് നോക്കിക്കേ, പാത്ര. ഇതാണ് നമ്മുടെ മെയിൻ ടീംസ് എന്ന് പറയുന്നത്. കഥാപാത്രങ്ങളുടെ പേര് എഴുതി വെക്കണം. പാത്ര മീൻസ് എന്താണ്, കഥാപാത്രമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ക്യാരക്ടേഴ്സ് ആണ്, കഥാപാത്രമാണ്. കഥാപാത്രത്തിന്റെ പേര് നിർബന്ധമാണ്. 1, 2, 3 കഥാപാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ പേരൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇപ്പൊ ഞാനാണ് സിനിമാ നടി വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം, സ്നേഹ മിസ്, ഹീറോയിന്റെ പേരാണല്ലോ അപ്പോൾ എഴുതേണ്ടത്. അപ്പൊ എന്താണ്, സ്നേഹ എന്ന് എഴുതുന്നു. നിങ്ങളൊക്കെയാണ് എന്ത് സൈഡ് റോളിൽ അഭിനയിക്കുന്നത്, അപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേര് എഴുതി വെക്കുന്നു. അപ്പൊ ആരാണോ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് അവരുടെ പേരൊക്കെ ഇതേ ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നു. നെക്സ്റ്റ് എന്താണ്,
ആ ക്യാരക്ടേഴ്സിന്റെ ഏജ് നമ്മൾ എഴുതണം. അപ്പൊ എന്ത് രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ എഴുതണമല്ലോ. അപ്പൊ ആ ഒരു കറക്റ്റ് ഏജ് വേണം. സിനിമയിൽ നമ്മൾ അങ്ങനെയാണല്ലോ, അമ്മൂമ്മയായിട്ട് അഭിനയിക്കേണ്ടി വരും, ചിലപ്പം എന്താണ് ചെറിയ മോളായിട്ട് അഭിനയിക്കേണ്ടി വരും, അപ്പൊ അങ്ങനത്തെ ഓരോ അഭിനയിക്കേണ്ടി വരുമല്ലേ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഏജ് ഉംർ നമ്മൾ എഴുതണം. ഉംർ മീൻസ് എന്താണ്? ഏജ് ആണ്. ഓക്കെ, ഏജ് നമ്മൾ എഴുതുന്നു. അപ്പൊ ഞാനാണ് ഹീറോയിൻ എങ്കിലും സ്നേഹ മിസ് എന്താണ് ഒരു 60 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് എഴുതും, തള്ളി മറിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ വേഷഭൂഷയാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. എന്താണ് വേഷഭൂഷ വെച്ചാൽ ഡ്രസ്സ്, എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, സ്ത്രീകളാണെങ്കിൽ സാധാരണ നമ്മൾ സാരി ഉടുപ്പിച്ചെടുക്കാറുണ്ട്. പിന്നെ ആണുങ്ങളാണെങ്കിൽ നമ്മൾ എന്താണ്, പുരുഷന്മാരാണെങ്കിൽ നമ്മൾ കുർത്ത പജാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാരണ കപ്പട, എന്തോ ഒരു സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്ന് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. അപ്പം നമ്മൾ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇത് ഫോർമാറ്റ് ആണ് ഇപ്പൊ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നോക്കാം, ഘടന എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അതായത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സീൻ 1 സ്ഥാനം എഴുതി, എത്ര മണിക്കാണ് കാര്യം നടക്കുന്നത്, ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ട്, കഥാപാത്രത്തിന്റെ ഏജ് എത്രയാണ്, പിന്നെ കഥാപാത്രം ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്താണ്, ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരിക്കും, ചിലപ്പോൾ ഒരു കഥാപാത്രം കിടന്ന് കരയായിരിക്കും, ഒരാൾ ചിരിക്കുകയായിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ ഇൻസിഡന്റ്, അവിടുത്തെ സന്ദർഭം എന്താണ്, അതാണ് ഘടന എന്നുള്ളതിൽ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം. ഘടന എന്ന് പറഞ്ഞ് കുത്തിരിട്ട് കൊടുക്കലല്ല, ബ്രാക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതുമായിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രം എഴുതിയാലും മക്കൾക്ക് എത്ര മാർക്ക് കിട്ടും? 2.5 മാർക്ക് അവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് പരിപാടി, 4 മാർക്കിൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. സിനിമ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന പരിപാടിയാണോ? അല്ല, കഥാപാത്രങ്ങൾ തമ്മിൽ ഡയലോഗ് അടിക്കത്തില്ലേ, ആ ഡയലോഗ് മക്കൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓക്കെ, കഥാപാത്രം 1 എന്തൊക്കെയോ സംസാരിക്കുന്നു, കഥാപാത്രം 2 എന്തൊക്കെയോ സംസാരിക്കുന്നു, കഥാപാത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഗർ പേട് താരക്ക് യാദയാണെങ്കിൽ എന്താണ് ബായി അല്ലെങ്കിൽ ബഹൻ, പിന്നെ എന്താണ് ബൂഡ ആദ്മി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം കഥാപാത്രങ്ങൾക്കനുസരിച്ച് അവർ സംസാരിക്കുന്ന സംഭാഷണം ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്, നമ്മുടെ കോൺവെർസേഷൻ ആണ് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രം മക്കളെ ആലോചിച്ചാൽ മതി. നമ്മുടെ സംഭാഷണം എഴുതി കൊടുക്കുക. സാധാരണ വാർത്താലാപം എഴുതാറില്ലേ, അതേപോലെ അങ്ങ് എഴുതി കൊടുക്കുക. അതിന്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ പട്കഥയും വാർത്താലാപം മക്കൾക്ക് മാറിപ്പോകരുത്. പട്കഥയിൽ എന്താണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സംഭാഷണം എഴുതുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് എങ്കിലും മക്കൾ പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഓരോ സാധനങ്ങൾ നമ്മൾ എഴുതി വെച്ചു. സംഭാഷണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ എഴുതി ഒപ്പിച്ചു. അങ്ങനെ എഴുതിയാൽ തന്നെ മക്കൾക്ക് 3 മാർക്ക് ഇട്ട് തരും. വെറുതെ എങ്കിലും 3 മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ പട്കഥ. പഠിക്കാതെ പോകരുത്. നിങ്ങൾക്ക് ഇത് പുതിയതാണെന്ന് മിസ്സിന് അറിയാം, കാരണം ഇതുവരെ ഡയറി ലെറ്റർ പോലെ നിങ്ങൾക്ക് കേൾക്കാത്ത ഒരു സംഭവം അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ പിന്നെ നോക്കണ്ട, നിങ്ങൾക്ക് എന്താണ് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. നോക്കാം, നെക്സ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഗർ പേട് താരക്ക് യാദി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് എന്ത് തന്നിട്ടുള്ളത്, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് ഒന്ന് കേട്ടേക്കുക. ഓക്കെ, യെസ്, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ഏത് ഭാഗമാണെന്ന് മക്കൾക്ക് മനസ്സിലായോ? നമ്മുടെ മക്കളും അച്ഛനും സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ലാസ്റ്റത്തെ ഭാഗമാണ് തന്നേക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ഭാഗം തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴും ബോക്സിൽ ഒരു ഭാഗം തരാറില്ലേ? ആ ഭാഗത്തിന് അടിസ്ഥാനമാക്കി മാത്രമേ മക്കൾ പട്കഥ തയ്യാറാക്കാവൂ. അല്ലാതെ ഇഷ്ടമുള്ള പട്കഥ എഴുതി വെക്കാൻ പാടില്ല. ആ ഭാഗത്തിന് ആസ്പദമാക്കിയിട്ട് മാത്രം എഴുതി വെക്കുക. ഇവിടെ മിസ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് ഏത് ഭാഗമാണെന്നറിയോ? ലാസ്റ്റിലോട്ട് നമ്മുടെ അച്ഛനോടും അമ്മേന്റെ അടുത്തേക്കും നമ്മുടെ മക്കൾ കടന്നു ചെല്ലുന്നുണ്ട് അല്ലെ. എന്നിട്ട് അച്ഛ അമ്മേ ഞങ്ങളാണ് നിങ്ങളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സാഡായി ആ ലാസ്റ്റത്തെ എൻഡിങ് സീനില്ലേ, ആ എൻഡിങ് സീനിൽ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഇതേ ഈ ഒരു പട്കഥ എഴുതി വെച്ചാൽ മതി. ഇത് മിസ് ഒരു എക്സാമ്പിൾ മാത്രമാണ് തരുന്നത്. ഏത് പട്കഥ ചോദിച്ചാലും എഴുതാൻ വേണ്ടി മക്കൾ റെഡി ആയിരിക്കണം. ഈ ഫോർമാറ്റ് അതിന് സഹായിക്കും. നോക്കാം, ആ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു, ദൃശ്യ 2 അല്ലെങ്കിൽ ദൃശ്യ 1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, സീൻ 1 എന്നൊക്കെ എഴുതി വെക്കാം, നോ പ്രോബ്ലം. ഇനി സ്ഥാനം എന്ത് നമ്മൾ എഴുതും, പ്ലേസ്. ഓക്കെ, ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്ന എവിടെയായിരുന്നു, നമ്മുടെ കുട്ടികൾ വീട്ടിലോട്ട് കടന്നു ചെന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഏക് ഘർ, ഒരു വീടായിരിക്കും. മക്കൾക്ക് അത് ഓക്കെയാണ്.
സമയം നമ്മൾ അതിൽ പറയുന്നുണ്ട് രാത്രി സമയത്താണ് നമ്മുടെ കുഞ്ഞുമക്കൾ അവിടെ എത്തുന്നത് അല്ലെ, അല്ലാതെ രാവിലെ സമയത്തൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു? രാത് എന്താണ്? 7 ബജെ. രാത് മീൻസ് രാത്രി എന്നാണ് അർത്ഥം. 7 ബജെ നമുക്ക് 7 മണി, 9 മണി, 10 മണി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബജെ എന്ന് പറയുന്ന വാക്ക് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 7 ബജെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഞാനതൊരു 7 മണി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സമയവും അവിടെ എഴുതി. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്താ? ഇതിങ്ങനെ തന്നെ എഴുതി പഠിക്കാതെ നമ്മൾ ഓരോ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന മാതിരി സീൻ എന്താണ്, സീൻ 1 സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര, വേഷഭൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 പഠിച്ചു വെക്കുക. ഒരു 8 സാധനം ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. കോൺവെർസേഷന്റെ ആ സംഭവം കൂടി കൂട്ടിയിട്ടാണ് മിസ് 8 സാധനം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. പാത്രം എന്ന് വെച്ചാൽ എന്താണ്? കഥാപാത്രമാണ്. കഥാപാത്രം ആരൊക്കെയാണ്? ദേ നമ്മൾ ഇതിൽ എഴുതാണ്. ഒരു ലടുക്ക, ഒരു ആൺകുട്ടി ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ സഹോദരനെ നമ്മൾ ഒരു ആൺകുട്ടിയാക്കി ഇടുന്നു, അല്ലെങ്കിൽ നമുക്ക് ബായി എന്ന് എഴുതാം. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ട്, ഒരു ലടുക്കി ഉണ്ട് എന്ന് നമ്മൾ എഴുതുന്നു. പിന്നെ ബൂഡ ആത്മി, അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. അത് അച്ഛനാണോ അമ്മയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ നബൂഡ ആത്മി എന്ന് എഴുതുന്നു. വേണമെങ്കിൽ മക്കൾക്ക് പിത എന്ന് എഴുതാം, നോ പ്രോബ്ലം. അച്ഛനാണല്ലോ, ഓൾറെഡി അച്ഛനാണ്, അപ്പൊ അച്ഛൻ എന്ന് വേണമെങ്കിൽ എഴുതാം. നമ്മളിവിടെ വയസ്സായ മനുഷ്യൻ എന്നിട്ട് കൊടുക്കുന്നു. അപ്പൊ കഥാപാത്രങ്ങൾ എഴുതി 3 കഥാപാത്രങ്ങൾ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ ഏജ് എഴുതണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രകാരം മക്കൾ എന്താണ്, ഇഷ്ടമുള്ള വയസ്സിട്ട് കൊടുക്കണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഏജ് തന്നിട്ടുണ്ട്. നോക്കുക, ലടുക്കയ്ക്ക് എന്താണ് നമുക്ക് 13 ഇയേഴ്സ് ഓൾഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ്, ലടുക്കിക്കാണെങ്കിൽ 11 സാലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഈ സാൽ ചേർത്ത് കൊടുക്കുന്നത് അത്ര വയസ്സാണ് എന്ന് പറയാൻ വേണ്ടി കേട്ടോ. 11 സാൽ എന്നുള്ളതും പിന്നെന്താണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നോക്കുക, ബൂഡ ആത്മിക്ക്, വയസ്സായ ആത്മിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയസ്സിട്ട് കൊടുക്കാം. 50 വയസ്സിട്ട് കൊടുക്കണം, ഇട്ട് കൊടുത്തോ. പക്ഷെ യുവാക്കന്മാരെല്ലാവര് വയസ്സായ ആൾക്കാരാന്ന് കണ്ടിട്ട് ഇപ്പൊ 20 വയസ്സൊന്നും ദയവ് ചെയ്തിട്ട് കൊടുക്കരുത്. ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, വയസ്സ് നമ്മൾ എഴുതി, ഉംറും നമ്മൾ സെറ്റപ്പ് ആക്കി. ഇതൊക്കെ എന്താ അറിയാം ഇതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇട്ട് കൊടുത്താലും വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ വെച്ച് എഴുതിയാലും മതി, കറക്റ്റ് അതന്നെ ഇല്ലെങ്കിലും കേട്ടോ. വയസ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി നോക്കാം, വേഷഭൂഷ മിസ് പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ഒരു ഡ്രസ്സും ഇടിച്ചു കൊടുക്കാൻ കിട്ടിയില്ല. ഇപ്പൊ സാരിയാണ്, പാൻറ് ഷർട്ടും ആണ്, അങ്ങനെ ഒന്നും ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കണ്ട. ഒന്നും കിട്ടിയില്ലെങ്കിൽ എഴുതാനുള്ള ഒരു സാധനമാണ് സബ് സാധാരണ കപ്പടെ പഹനെ. എല്ലാവരും ഒരു സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ഒരു സാധാരണ കപ്പടെ, സാധാരണ ഡ്രസ്സ്. കപ്പടെ മീൻസ് എന്താണ്? ഡ്രസ്സാണ് അല്ലേ. ഒരു സാധാരണ ഡ്രസ്സ് പെഹനേഹി, ധരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മക്കൾ എഴുതി. പിന്നെ മിസ് പറഞ്ഞു ഘടന, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പറയണം. എല്ലാവരും സംസാരിക്കുകയാണ്. എന്തായാലും കോൺവെർസേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഇതൊരു ചെറിയ ഉടായ്പ വഴിയാണ്. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എല്ലാവരും സംസാരിക്കുകയാണ്. എല്ലാവരും കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പൊ സബ് ബാത് കർ രഹേ, എല്ലാവരും സംസാരിക്കുകയാണ്. എല്ലാത്തിലും മക്കൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എഴുതി വെക്കാനുള്ള സാധനമാണ്. എല്ലാ പട്കഥയിലും ഈ ഒരു ഡയലോഗ് എഴുതി വെച്ചാൽ മതി. സബ് ബാത് കർ രഹേ, എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ 2 ഭാഗം, ആ 2 മാർക്കിന്റെ ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. സ്ഥാൻ, സമയ, പാത്ര, ഉമ്ര, അവരുടെ വേഷഭൂഷ എന്തൊക്കെയാണ്, ഘടന എന്തൊക്കെയാണ് ഒക്കെ എഴുതി സെറ്റപ്പ് ആക്കി. ഇനി പറഞ്ഞു രണ്ടാമത്തെ ചടങ്ങ് എന്താണ്? കോൺവെർസേഷൻ എഴുതുക. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബോക്സ് ഇല്ലേ, ആ ബോക്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറുതെ തരുന്നതല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും കച്ചിത്തുരുമ്പുണ്ടാവും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ആ കോൺവെർസേഷനും കൂടി എന്ത് ചെയ്യണം? നമ്മുടെ ഇതിലോട്ട് എടുത്ത് എഴുതിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ, ബോക്സിന്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കോൺവെർസേഷൻ അങ്ങ് ഫില്ലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്വന്തമായിട്ട് എഴുതാനും പറ്റും. അല്ലെങ്കിൽ ഹിന്ദി അറിയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, എഴുതാൻ ഒന്നും കിട്ടാത്ത സമയത്ത് ബോക്സിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടെങ്കിലും സംഭാഷണം എഴുതി ഫുള്ളാക്കുക. അങ്ങനെ എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, മിസ് പറഞ്ഞു ഏത് ഭാഗമാണുള്ളത് കൃത്യമായ ഐഡിയ ഉണ്ട്. ലാസ്റ്റത്തെ എൻഡിങ് ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ബൂഡ ആത്മിയാണ് ആദ്യം സംസാരിക്കുന്നത്. അവരെന്താ പറയുന്നത്? ക്യാ ഹേ ബേട്ട, എന്ത് പറ്റി മോനെ, എന്താണ് മോനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആവോ ബച്ചു, അന്തർ ആവോ, വരൂ കുട്ടികളെ, അന്തർ ആവോ, ഉള്ളോട്ട് വരൂ എന്ന് പറയാണ്. ആദ്യം സംസാരിക്കുകയാണല്ലോ, അപ്പൊ മക്കളെ അന്തർ ഉള്ളോട്ട് വായോ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ലടുക്കിയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികളെ എന്ന് ചേർക്കാം, അല്ലെങ്കിൽ ലടുക്ക, ബായി, ആരെങ്കിലും ഒക്കെ സംസാരിച്ചോട്ടെ കേട്ടോ. അപ്പൊ നോക്കി എന്താണ്?
ഹമേ ഭൂക്ക് ലഗി ഹേ. അവരെല്ലാ വീട്ടിലും പോയി ആദ്യം ചോദിക്കുന്ന ഡയലോഗ് എന്താണ്? ഞങ്ങൾക്ക് വിശക്കുന്നു. പാവമക്കള് കഷ്ടപ്പെട്ട് കുറെ പുഴയും കാടും താണ്ടി കുറെ കാലം എടുത്ത് വന്നേക്കാണ്, വിശക്കുന്നു എന്നായിരിക്കും ആദ്യം പറയല്ലേ. അപ്പൊ നോക്കിക്കേ, ഹമേ ഭൂക്ക് ലഗി ഹേ എന്നാണ് വിശക്കുന്നു എന്ന് പറയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ബൂഡ ആത്മീ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബൂഡ എന്താ പറയുന്നത്? വയസ്സായ ആൾ എന്താ പറയുന്നത്? ബച്ചോ പാസ് ആവോ, വാ മക്കളെ അടുത്തോട്ട്, പാസ് ആവോ, അടുത്തോട്ട് വരൂ എന്ന് പറയാം അല്ലെ. ആജ് രാത് ഹമാരി സാത്ത് രഹോ, ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ രഹോ, നിൽക്കൂ എന്ന് പറയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ബച്ചോ എന്ന് പറയും. നല്ല സിമ്പിൾ ആണ്, ഇത് വളരെ സിമ്പിൾ ആണ് എഴുതാൻ വേണ്ടിയിട്ട്. ധന്യവാദ് ജി, ഒന്ന് താങ്ക് യു പറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബൂഡ ഒരു ഡയലോഗ് അടിച്ചു. ആ ഒറ്റ ഡയലോഗിലാണ് നമ്മുടെ കുഞ്ഞുമക്കൾ എന്ത് തിരിച്ചറിഞ്ഞത്? ഇതാണ് എന്റെ അച്ഛനും അമ്മയും എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഡയലോഗാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിക്കേ, ഹമാരെ ബച്ചെ അഗർ ഹമാരെ പാസ് ഹോത്താ തോ തുമാരെ ജൈസെ സുന്ദർ ഹോത്തെ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഹമാരെ ബച്ചെ, ഞങ്ങളുടെ കുട്ടികൾ, അഗർ ഒരു പക്ഷേ, ഹമാരെ പാസ് ഞങ്ങളുടെ അടുത്ത്, ഹോത്തേ തോ ഉണ്ടായിരുന്നെങ്കിൽ, തുമാരെ ജേസെ നിങ്ങളെ പോലെ എന്തായിരിക്കും? സുന്ദരമായിരിക്കും എന്ന് പറയാണ്. ആ ഒറ്റ ഡയലോഗിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വീണു. അതെ, അച്ഛനും അമ്മയും ആണ് എന്ന് കൺഫേം ചെയ്യാണ്. എന്നിട്ട് അവരോട് പറയാണല്ലേ, അച്ഛാ അമ്മേ നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളാണ് എന്ന് പറയാണല്ലേ. അപ്പൊ നോക്കാം, ഈ ഒരു ഡയലോഗ് കേട്ട സമയത്ത് നമ്മൾ ബ്രാക്കറ്റിൽ എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഈ പട്കഥയാണ്, സ്ക്രിപ്റ്റ് ആണ്. കഥാപാത്രങ്ങളുടെ എക്സ്പ്രഷൻ എന്താ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മള് കുഞ്ഞുമക്കളെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബ്രാക്കറ്റില്. രോത്തെ ഹുവേ കരഞ്ഞുകൊണ്ട്, ബച്ചോം കുട്ടികൾ, അപ്പനെ പിതാ ഓർ മാക്കോ നമ്മുടെ അച്ഛനെയും അമ്മയെയും, ഗലേ ലഗായ വെച്ചെന്നാണ് കെട്ടിപ്പിടിക്കുകയാണ്. ഇതാണ് എന്ത് നമ്മുടെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന സംഭവം. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് കുട്ടികൾ ഒരുമിച്ച് പറയാണ്, ഹം ഹി ആപ്കെ ബച്ചേ, ഞങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം ഹി ആപ്കെ ബച്ചേ, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ എന്ന് പറയുന്നു. നോക്കിക്കേ, സബ് ഖുഷ് ഹോ ജാത്തെ ഹേ, എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് നേരത്തെ പറയാൻ മിസ് വിട്ടുപോയതാണ്, ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സാധനം ചേർത്ത് കൊടുക്കണം. സീൻ അവസാനിച്ചു എന്ന് എഴുതണ്ടല്ലേ, ദൃശ്യക അന്ത് അല്ലെങ്കിൽ ദൃശ്യ സമാപ്ത് എന്ന് എഴുതി വെക്കാം. നിങ്ങൾ അവസാനിച്ചു, എൻഡ് ആയിട്ടുണ്ട്, അത് പട്കഥ അവസാനിച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട സംഭവമാണ്. ഇതാണ് ലാസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു പകുതിയെങ്കിലും എഴുതിയാൽ നല്ല മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് പട്കഥ എന്ന് പറയുന്നത്. ഇനി പട്കഥ എന്താ, ഇതെന്താ സാധനം, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കിളി പോയി എക്സാം ഹാളിൽ ഇരിക്കാൻ പാടില്ല. ഇതാണ് സംഗതി, സിമ്പിൾ ആണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയാൽ എങ്ങനെയിരിക്കും, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദിയിലെ പട്കഥ എന്ന് പറയുന്നത്. അപ്പൊ മക്കൾക്കൊക്കെ എന്താണ്, ഇത് ഓക്കെ ആയിട്ടുണ്ട്, സൂപ്പറായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതെന്തായാലും പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ട്, അതായത് ഞാൻ നാളത്തെയോ മറ്റന്നാളത്തെയോ കാര്യമല്ല പറയുന്നത്, ഇനി അങ്ങോട്ട് 10ാം ക്ലാസ് വരെ ഈ സാധനം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് പൊളിക്കാനുള്ളതാണ്. ടാറ്റാ, ബൈ ബൈ.